പാകിസ്ഥാൻ ക്രിക്കറ്റ് താരവും തികഞ്ഞ ഇന്ത്യ വിരുദ്ധനുമായ ഷഹീദ് അഫ്രീദിക്ക് മലയാളികൾ ദുബായിൽ ഒരു സ്വീകരണം നൽകി. വലിയ ചർച്ചാ വിഷയമായി, വിവാദമായി. ഇപ്പോൾ കേൾക്കുന്നത് ആ സ്വീകരണം നൽകിയ മലയാളികളുടെയൊക്കെ പാസ്പോർട്ട് റദ്ദാക്കണമെന്ന് RSS ആവശ്യപ്പെടുന്നു എന്നാണ്. അങ്ങനെയുണ്ടോ? അങ്ങനെ ഒരു സംഭവത്തിലേക്ക് ഒരു വഴിത്തിരിവുണ്ടായിട്ടുണ്ട്. RSSൻ്റെ മുഖപത്രമായ ഓർഗനൈസർ അതിനിശ്ചിതമായ വിമർശനവുമായി ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ഓർഗനൈസറിൻ്റെ അഭിപ്രായം RSSൻ്റെ അഭിപ്രായമാണ്. RSS വളരെ കൃത്യമായി ഓർഗനൈസറിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ വിദേശത്ത് കഴിയുന്ന മലയാളികൾക്ക് വലിയ ദോഷകരമാണ്. അതായത് അവിടെ ക്യൂബ എന്ന് പറയുന്ന സംഘടനയുടെ ലേബലിൽ അഫ്രീദിക്ക് സ്വീകരണം കൊടുത്തതിനെക്കുറിച്ച് ഉന്നതതല അന്വേഷണം വേണം. ക്യൂബയുടെ UAE ഭാരവാഹികളുടെ ഇടപാടുകളെക്കുറിച്ചും അവരുടെ വെയർബോട്ട്സിനെക്കുറിച്ചും അന്വേഷിക്കണമെന്നാണ് ഒരാവശ്യം. അതിലേക്ക് ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നിയത് ഇവരുടെ പാസ്പോർട്ട് റദ്ദാക്കണം. അതായത് ദീപു അക്കഫ് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്, ഇവരുടെ ഈ പ്രവാസി മലയാളികളുടെ അലൂമിനി സംഘടന, ഈ പൂർവ്വ വിദ്യാർത്ഥി സംഘടന, അതിൻ്റെ ഒരു അംബർല സംഘടന, അതിൻ്റെ കീഴിലാണ് ക്യൂബ എന്ന് പറയുന്ന സംഘടന പ്രവർത്തിക്കുന്നത്. ഏറ്റവും രസകരമായ സംഭവം, ഇവർ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ അലൂമിനിയാണ് ക്യൂബ എന്നാണ് പറയുന്നത്. സർവകലാശാല ഔദ്യോഗികമായി പ്രസ്താവന ഇറക്കി, ക്യൂബയെക്കുറിച്ച് ഞങ്ങൾ അറിയത്തുമില്ല, ഞങ്ങളുമായിട്ടൊരു ബന്ധവുമില്ല. അങ്ങനെ പറയുന്നു. അപ്പോൾ അടുത്ത പ്രശ്നം, അടുത്തൊരു നിയമക്കുറിക്ക് വരികയാണ്. സർവകലാശാലയുടെ പേര് ദുരുപയോഗം ചെയ്ത് ഇങ്ങനെ വിദേശത്ത് ഇന്ത്യ വിരുദ്ധരായ ആളുകൾക്ക് സ്വീകരണം കൊടുത്തു. പ്രത്യേകിച്ച് ഇവർ പറയുന്നതിനകത്ത് വലിയ കള്ളമുണ്ട്. ഇവർ പറയുന്നത് ഇന്ത്യയും ഒരു നൈബറിങ് കൺട്രിയും, ഒരു അയൽ രാജ്യം, ഇന്ത്യയുടെ എനിമിക്ക് കൺട്രിയാണ്, ശത്രു രാജ്യമാണ്. അത് നമ്മുടെ ടെൻഷനൊക്കെ എസ്കലേഷൻ, ജിയോ പൊളിറ്റിക്കൽ ടെൻഷനുണ്ട്. ജിയോ പൊളിറ്റിക്കൽ ടെൻഷനല്ല, പഹൽഗാം ആക്രമണത്തിന് ശേഷം ഉണ്ടായത് നമ്മുടെ സഹോദരങ്ങളെ കൊന്ന കേസാണ്. അതിന് ഇവർ ജിയോ പൊളിറ്റിക്കൽ എന്നാ പറയുന്നത്. അങ്ങനെയല്ല, ആ സംഘർഷമുണ്ടായി നമ്മൾ പാകിസ്ഥാനെതിരെ നമ്മൾ നയതന്ത്ര തലത്തിൽ നടപടികൾ ആരംഭിച്ചു. സിന്ധു നദീജല കരാർ റദ്ദാക്കി, വിമാനങ്ങൾ റദ്ദാക്കി, വ്യോമഗതാഗതം നിരോധിച്ചു. അങ്ങനെ ലോകവ്യാപകമായി നടപടി എടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇപ്പോഴും നമ്മുടെ ഡെലിഗേഷൻ, ഓൾ പാർട്ടി ഡെലിഗേഷൻ വിവിധ രാജ്യങ്ങളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴവരുടെ ടെൻഷനൊക്കെ മാറിയത് കൊണ്ടാണ് ഞങ്ങൾ പാകിസ്ഥാനികളെ വിളിച്ചത്. ടെൻഷൻ മാറിയിട്ടില്ല. നമ്മൾ ഇന്ത്യ ഒഫീഷ്യലി നയതന്ത്ര ബന്ധം പോലും വിച്ഛേദിച്ച് പാകിസ്ഥാനെതിരെ ലോകത്തെമ്പാടുമായി ഡിപ്ലോമാറ്റിക് സ്റ്റാൻഡ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവർ 25-ാം തീയതി ഈ പറഞ്ഞ ആളുകളെ സ്റ്റേജിൽ കയറ്റി ആദരവ് കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം RSSൻ്റെ മുഖപത്രം ആവശ്യപ്പെടുന്നത് ഈ സംഘടനയുമായി, ക്യൂബയുമായിട്ടും അക്കാഫിൻ്റെ ഭാരവാഹികളായ ദീപു, തിരുവനന്തപുരം സ്വദേശി ദീപു, പോൾ പ്രസിഡൻറ്റും ദീപു സെക്രട്ടറിയുമാണ്. ഇവരുൾപ്പെടെയുള്ളവരുടെ എല്ലാം പാസ്പോർട്ട് OCI, ഓവർസീസ് സിറ്റിസൺസ് ഓഫ് ഇന്ത്യ, അങ്ങനെ ഒരു കാർഡുണ്ടല്ലോ, OCI കാർഡും റദ്ദാക്കണം. അവരെ റദ്ദാക്കി ഇന്ത്യയിലേക്ക് തിരിച്ചു വിളിക്കണം എന്നാണ് മറ്റൊരാവശ്യം. പിന്നെ മറ്റു ചില ആവശ്യങ്ങളുള്ള പ്രവാസി സംഘടനകളെന്നും പറഞ്ഞൊക്കെ വിദേശത്തൊക്കെ ഒരുപാട് സംഘടനകളുണ്ട്. ഇവരൊക്കെ എന്ത് ചെയ്യുന്നു, എന്ത് പ്രവർത്തിക്കുന്നു അറിയത്തില്ല. അത് പലപ്പോഴും ഇവർ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അതുകൊണ്ട് പ്രവാസി സംഘടനകളെല്ലാം ഇനി മുതൽ ഇന്ത്യൻ എംബസിയിൽ രജിസ്റ്റർ ചെയ്യണം. അതിൻ്റെ ഭാരവാഹികൾ ആരാവണം എന്നുള്ളൊരു വ്യവസ്ഥ കൊണ്ടുവരണം എന്നൊരാവശ്യമുണ്ട്. പിന്നെ പാക് എംബസി, പാകിസ്ഥാൻ അംബാസഡർ, പാകിസ്ഥാൻ അസോസിയേഷൻ ദുബായ്, ഇവർ അക്കാഫിൻ്റെ ഭാഗമായിട്ട് ദീപുവും പോളും കൂടെ ഇറക്കിയ ഒരു സ്റ്റേറ്റ്മെൻറ്റിനകത്ത് പറയുന്നത്, ഞങ്ങൾ പാഡ് ഓഡിറ്റോറിയം ബുക്ക് ചെയ്തു. നമ്മളവർക്ക് ഈ സാനിറ്ററി പാഡായിരിക്കുന്നു. പാഡ് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ അസോസിയേഷൻ ദുബായ് എന്നാണ് അതിൻ്റെ ചുരുക്കം. അപ്പോൾ മലയാളികൾക്ക് പരിപാടി നടത്താൻ പാഡ് ഓഡിറ്റോറിയം, പാകിസ്ഥാൻ്റെ ഓഡിറ്റോറിയം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അവർ പറയുന്നത് ഓർമ്മച്ചോടുകൾ എന്നുള്ള പരിപാടിയുടെ കഴിഞ്ഞ സീസൺ നടത്തിയത് അവിടെ വെച്ചാണ്. അവിടെ പൈസ കുറവാണ് എന്നാണ് പറയുന്നത്. പൈസ കുറവല്ല. ഇപ്പോൾ RSSൻ്റെ മുഖപത്രം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അപ്പോൾ ഇന്ത്യ ലോകത്തെമ്പാടും പാകിസ്ഥാനെതിരെ നമ്മൾ MPമാരെയൊക്കെ അയച്ച് ക്യാമ്പയിൻ നടത്തുകയാണ്. പാകിസ്ഥാൻ ഇതിന് പ്രതിരോധം ആരംഭിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ പ്രതിരോധം ആരംഭിക്കുന്നത് കിട്ടുന്ന വേദികളിലെല്ലാം അവരുടെ സെലിബ്രിറ്റികൾ, അവരുടെ സിനിമാ താരങ്ങൾ, അവരുടെ കായിക താരങ്ങൾ, അവരുടെ ഡിപ്ലോമാറ്റുകൾ, അവരുടെ രാഷ്ട്രീയക്കാർ, ഇവർ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം പോയി ആളുകളോട് ഞങ്ങൾ പാകിസ്ഥാൻ്റെ നിലപാടിങ്ങനെയാണ് എന്ന് പറഞ്ഞ് പാകിസ്ഥാൻ അനുകൂലമായ ഒരു ടെമ്പോ ഉണ്ടാക്കണമെന്ന് പാകിസ്ഥാൻ നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ ആ നിർദ്ദേശം കിട്ടിയതിൻ്റെ ഭാഗമായിട്ടാണ് ഷാഹിദ് അഫ്രീദി ഈ പരിപാടിയിൽ പങ്കെടുത്തത്. അപ്പോൾ അതിന് വേദി എവിടെയാണ്? പാകിസ്ഥാൻ അസോസിയേഷനിലേക്ക് ഇന്ന് പരിപാടി നടത്തുന്നവരാണ് മലയാളി, ക്യൂബ. അപ്പോൾ ഇവർ പറയുന്നത് ഞങ്ങൾ കുറഞ്ഞ ചെലവിൽ പൈസ ഈ ഓഡിറ്റോറിയം കിട്ടിയതാണ്. അപ്പോൾ അതിനകത്തൊരു കോൺസ്പിരസി ഉണ്ട്. കോൺസ്പിരസി എന്ന് പറഞ്ഞാൽ പാകിസ്ഥാന് ഇന്ത്യക്കാരുടെ ഒരു പ്ലാറ്റ്ഫോം വേണം.
അപ്പോൾ ഒരു കാര്യം ചെയ്യും, ഞങ്ങൾ വേണം നിങ്ങൾക്ക് സൗജന്യമായിട്ട് തരാം, ഇത് നടത്താൻ വേണമെങ്കിൽ ഒരു 5, 10, 50 ലക്ഷം രൂപയും കൂടെ അങ്ങോട്ട് തരാം, നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, ഞങ്ങളുടെ ക്രിക്കറ്റർ വരുമ്പോൾ അയാൾക്കൊരു വേദി കൊടുക്കണം. ഇങ്ങനൊരു ഡീൽ നടന്നിരിക്കില്ലേ? നടക്കാൻ സാധ്യത വളരെ കുറവാണ്. ഇവർ പറയുന്നത് അതിക്രമിച്ചതിൻ്റെ ഗേറ്റ് പൊളിച്ച് ഷാഹിദ് അഫ്രീദി വന്നു എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയൊന്നുമല്ല. അതിൻ്റെ വീഡിയോകൾ പുറത്ത് വന്നിട്ടുണ്ട്, ഫോട്ടോസുണ്ട്. ദീപുവും പോളും, പ്രധാനമായും ദീപു ഈ ഷാഹിദ് അഫ്രീദിയെ പുറത്തു നിന്ന്, ഓഡിറ്റോറിയത്തിൻ്റെ പുറത്തു നിന്ന് സ്വീകരിച്ച് കൊണ്ടുവരുന്നു. വീഡിയോ ഉണ്ട്, ഫോട്ടോ ഉണ്ട്. വേദി കയറ്റുന്നു. വേദിയിൽ കയറ്റിയിട്ട് സ്വാഗതം പറയുന്നത് ദീപുവാണ്. അയാൾക്ക് മെമൻറ്റോ കൊടുക്കുന്ന ദീപുവാണ് മൈക്കിലൂടെ വിളിച്ചു പറയുന്നത് ബൂം ബൂം അഫ്രീദി എന്ന് നിങ്ങൾ ഉറക്കെ ഏറ്റുവിളിക്കാൻ പറയുന്നത് ദീപുവാണ്. അപ്പം ഇയാൾ ഗേറ്റ് പൊളിച്ച് അങ്ങോട്ട് ക്ഷണിക്കാതെ അനധികൃതമായി കയറി വന്നു എന്നുള്ളത് എല്ലാ തരത്തിലും അവിശ്വസനീയമാണ്. അങ്ങനെ വരുന്ന ഒരാൾക്ക് കൊടുക്കാൻ പ്രത്യേകം നേരത്തെ തയ്യാറാക്കിയ മെമൻറ്റോ അങ്ങനെ കിട്ടും. അപ്പോൾ കൃത്യമായി ഇവരെ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ്. ഇനി ഷാഹിദ് അഫ്രീദിയുടെ വേറൊരു കാര്യമുണ്ട്. അയാൾ ഇന്ത്യക്കെതിരെ മോദി ഇന്ത്യയോട് പാകിസ്ഥാനോട് കളിച്ച് വിവരം അറിയും, പാകിസ്ഥാൻ ഇന്ത്യയെ തോൽപ്പിച്ചു, ഇന്ത്യയെ വെട്ടിമുറിക്കും, ഇപ്പോൾ കാശ്മീർ ഞങ്ങൾ എടുത്തെടുക്കും എന്നൊക്കെയാണ് ഇയാൾ ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പും പിമ്പും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് വെറും പിമ്പുകളായ പാകിസ്ഥാൻ്റെ കൂട്ടിക്കൊടുപ്പുകാരായിട്ട് ഈ ദീപുവും സംഘവും ക്യൂബയിലെ ഭാരവാഹികളും ദുബായിൽ പ്രവർത്തിച്ചത്. അതുകൊണ്ട് അത് മാത്രമല്ല, ദീപു ഈ ഷാഹിദ് അഫ്രീദിക്ക് ഇന്ത്യക്കാരോട് പക തോന്നാൻ ഒരു കാരണമുണ്ട്. അയാളുടെ കസിൻ്റെ പേര് കസിൻ ഹർക്കത്ത് അൽ അൻസാർ എന്ന് പറയുന്ന സംഘടനയുടെ പ്രവർത്തകനായിരുന്നു. തീവ്രവാദ സംഘടനയാണ് ഹൽക്കത്ത് അൻസാർ. അവരുടെ ഭീകരന്മാരെ നമ്മുടെ ഇന്ത്യൻ സൈന്യം കൊന്നിട്ടുണ്ട്. ഇയാളുടെ കസിൻ കാശ്മീരിൽ സൈന്യത്തിൻ്റെ വെടിയേറ്റ് 2003 കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ പകയും ഇന്ത്യയോടുണ്ട്. ഈ പകയൊക്കെ ഉള്ള ആളെയാണ് ഇവർ വിളിച്ചു വരുത്തിയത്. ഇവർ ഞങ്ങൾക്കിതൊന്നും അറിയത്തില്ലായിരുന്നേ, ഞങ്ങളിപ്പോൾ മുലകുടി മാറിയ പിള്ളേരാണ് എന്ന് ദീപു പറഞ്ഞാൽ സംശയമുണ്ട്. പാകിസ്ഥാൻ അസോസിയേഷനിൽ ഒരു ഇന്ത്യക്കാരന് ആത്മാഭിമാനമുണ്ടെങ്കിൽ പാകിസ്ഥാൻ 10 പൈസ കുറച്ച് തരും എന്ന് പറഞ്ഞാൽ അവിടെ പോയി കാല് നക്കുവോ? ഇല്ല, നമ്മളാരും പോയില്ല. പാകിസ്ഥാൻ്റെ ഒരു ഔദാര്യവും വേണ്ട എന്ന് വെക്കാൻ ദുബായിൽ ജീവിക്കുന്ന തിന്നിട്ട് എല്ലിൻ്റെ കുത്തിക്കയറുന്ന അസുഖമുള്ള ദീപുവിനും ക്യൂബയിലെ ഭാരവാഹികളായ പരമച്ചറ്റകൾക്കും കഴിഞ്ഞില്ല. കാരണം അവരുടെ രീതി, അവർ ദുബായിലാണല്ലോ. ഇന്ത്യ എന്ന് പറയുന്നത് അവർക്ക് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ഒരു പാസ്പോർട്ടിൻ്റെ ബന്ധം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഞങ്ങൾ ദുബായ്ക്കാരാ. അന്നം തരുന്ന മണ്ണാണെന്ന് പറഞ്ഞ് മാതൃഭൂമിയെ ഒറ്റുകൊടുക്കുന്ന പരമച്ചറ്റകളായിട്ട് മാറിയിരിക്കുകയാണ് പ്രവാസികളുടെ ഒരു വിഭാഗം. ആ കൂട്ടരാണ്, അതിൻ്റെ പ്രധാനപ്പെട്ട ആളുകളാണ് ഈ ദീപുവും പോളും. എന്നിട്ട് പോള് ലോകം മുഴുവൻ പറഞ്ഞു നടക്കുന്നത് അറിയോ? ഒന്നും പേടിക്കണ്ട, നിങ്ങളൊന്നും പേടിക്കണ്ട, സുരേഷ് ഗോപി എല്ലാം അറിഞ്ഞിട്ടുണ്ട്, സുരേഷ് ഗോപി ഒരു പ്രശ്നവും വരാതെ നോക്കിക്കൊള്ളൂ. സുരേഷ് ഗോപിയൊക്കെ ഇവനെ പോലെയൊക്കെ പിമ്പുകളാണെന്നാണ് എഴുതിയിരിക്കുന്നത്. സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ അറിയപ്പെടുന്ന, കേരളത്തെ ജനങ്ങൾ അംഗീകരിക്കുന്ന സമാരാധ്യനായ ഒരു ചലച്ചിത്ര താരം, ഒരു സൂപ്പർ സ്റ്റാർ, BJPയുടെ MP, കേന്ദ്രമന്ത്രി, ദേശാഭിമാനിയായ മനുഷ്യൻ്റെ പേര് പോലും അനാവശ്യമായി വലിച്ചൊടിക്കുകയാണ് ഇവർ. അങ്ങനെ ഇവർ കാണിച്ച പരമചറ്റത്തരത്തെ ന്യായീകരിക്കാൻ വേണ്ടി എന്തു പരിപാടിയും ഇവർ ചെയ്ത് എങ്ങനെയെങ്കിലും സുരേഷ് ഗോപിയോ മറ്റ് BJPയുടെ ആരെങ്കിലും ഒക്കെ പിടിച്ചിട്ട് രക്ഷപ്പെടാം എന്ന് നോക്കിയിരിക്കുകയാണ് RSS മുഖപത്രം ഇപ്പോൾ ഇവർക്കെതിരെ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ഉറപ്പായി പെട്ടു. ഇതിൻ്റെ ഭാരവാഹികളുടെ പേരൊക്കെ ഞാൻ ഈ ക്യൂബയുടെ ഭാരവാഹികൾ നോക്കുമ്പോൾ കുറേ മുസ്ലിംസ് ഉണ്ട് കേട്ടോ, മുസ്ലിമുകളുണ്ട്, ക്രിസ്ത്യാനി പേരൊന്നും ഞാൻ കണ്ടില്ല. ഇവരിപ്പോൾ എന്നിട്ട് ഞങ്ങൾക്ക് അബദ്ധം പറ്റിയാണെന്നൊക്കെ പറയുന്നതിനകത്ത് തന്നെ അജണ്ട വ്യക്തമാണ്. അതിനകത്ത് അങ്ങനെ ഉണ്ടെങ്കിൽ അവരെന്തുകൊണ്ടാണ് ഇന്ത്യയും ഒരു നൈബറിങ് കൺട്രിയുമായിട്ടുള്ള ടെൻഷൻ എന്നാണ് പറയുന്നത്? പാകിസ്ഥാൻ പോലും പറയാൻ അവർ തയ്യാറല്ല. ഈ അഫ്രീദ് തന്നെയാണ് പറഞ്ഞത്, ഇന്ത്യ ഒരു പടക്കം പൊട്ടിയാൽ ഉടനെ പാകിസ്ഥാനെ കുറ്റം പറയുന്നത്. അത്രയും മോശമായിട്ട് നമ്മളെ പറയുന്ന ഒരു രാജ്യത്തിന്റെ പ്രതിനിധിയാണ് ഈ സ്റ്റേജിൽ വിളിച്ചിരുത്തി ഇങ്ങനെ അല്ലെ ഈ ദീപു ഒരു എഞ്ചിനീയറിംഗ് കൺസൾട്ടന്റോ മറ്റോ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്നോട് ദുബായിലുള്ള ഒരാൾ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ മകൻ എഞ്ചിനീയറിംഗ് കൺസൾട്ടൻ്റാണ്. ഒരു എഞ്ചിനീയറിംഗ് കൺസൾട്ടൻറ്റ് എന്തുമാത്രം വരുമാനം ഉണ്ടാവും എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ ദീപുവിൻ്റെ ജീവിത രീതി അതൊന്നുമല്ല. വലിയ ആഡംബരത്തിൽ വലിയ ലക്ഷൂറിയസ് ലൈഫ് നയിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ആരോ പറയുന്നത് കേട്ടു അയാൾക്ക് എന്തോ സ്വിമ്മിംഗ് പൂളുകൾ നിർമ്മിച്ചു കൊടുക്കുന്ന കോൺട്രാക്ടറോ അതിൻ്റെ കൺസൾട്ടൻറ്റോ മറ്റോ ആണെന്ന്. ഏതായാലും ഇവരുടെ പലരുടെയും ഈ അക്കാഫിൻ്റെ ഭാരവാഹികളായിട്ടുള്ള ദീപു, പോൾ എന്നിവരുടെ പാസ്പോർട്ട് റദ്ദാക്കിയാൽ അവരെ പിന്നെ UAE അവരെ ചവിട്ടി പുറത്തായിക്കോളും. അപ്പോൾ അവരുടെ വരുമാന സ്രോതസ്സൊക്കെ അന്വേഷിക്കണം, ഇവരുടെ ബന്ധങ്ങൾ അന്വേഷിക്കണം. അപ്പോൾ ഇന്ത്യക്ക് എതിരെ ഇന്ത്യൻ പാസ്പോർട്ടും ഇന്ത്യൻ പൗരത്വത്തിൻ്റെ ബലത്തിൽ വിദേശത്ത് നിന്നിട്ട് ഇന്ത്യ വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്ന ഇത്തരക്കാരെ തുറന്നു കാട്ടുന്ന പണി ഇപ്പോൾ നാട്ടിൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ പത്രങ്ങളൊക്കെ മനോരമയൊക്കെ ഒരു കുഞ്ഞു വാർത്തയാണ് കൊടുത്തത്. പിന്നെ ഈ അണ്ടർവെയറിൻ്റെ വള്ളി തലയെ കെട്ടുന്നൊരു വിദ്വാനുണ്ടല്ലോ കേരളത്തിൽ, ചാനൽ ചർച്ചയിലൊക്കെ പങ്കെടുക്കുക, അയാളെ വിലക്കെടുത്ത് ഒരുപാട് ന്യായീകരിക്കുന്നുണ്ട്.
എനിക്ക് പരമപുച്ഛമാണ് തോന്നി. കുറേ അദ്ദേഹത്തിന് ചില ഘട്ടത്തിലൊക്കെ നമുക്ക് ദേശാഭിമാനിയാണെന്ന് വ്യാപിക്കുന്ന അദ്ദേഹം അവരെന്ത് അങ്ങനെ ചെയ്താൽ എന്താ കുഴപ്പം, പാകിസ്ഥാൻ ശത്രു രാജ്യമാണോ എന്ന് പറയുന്നതിൽ തെറ്റല്ലേ എന്ന തരത്തിലൊക്കെ ചില വർത്തമാനം പറയുന്നതൊക്കെ കേട്ടു. അതൊന്നും നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. ഇന്ത്യ എന്നുള്ള വികാരത്തിൽ നമുക്ക് സ്വന്തം മാതൃഭൂമി കഴിഞ്ഞേ മറ്റെന്തോ ഉള്ളൂ. അത് ആ ബോധമില്ലാതെ പാകിസ്ഥാൻ്റെ നക്കാപ്പിച്ച കിട്ടുമ്പോൾ ഹാൾ വാടക കുറവായിരിക്കും, അവിടെ സെലിബ്രിറ്റിയെ അവർ തരും എന്നൊക്കെ പറഞ്ഞ് നീങ്ങുന്ന ഇവരെ നമ്മുടെ രാജ്യം സ്വീകരിക്കേണ്ടത് ഇങ്ങനെയല്ല. നമ്മുടെ രാജ്യത്തിൻ്റെ പാസ്പോർട്ടിന് ഇവർക്ക് വിലയില്ല, രാജ്യത്തോട് പുച്ഛമാണ്, രാജ്യത്തിൻ്റെ അഭിമാനം പ്രശ്നമല്ല, പഹൽഗാമിൽ കൊല്ലപ്പെട്ട നമ്മുടെ സഹോദരങ്ങളുടെ ജീവന് വിലയില്ല. എന്നിട്ട് ഇവർക്കൊരു സെലിബ്രിറ്റിയെ കിട്ടിയാൽ പാകിസ്ഥാൻകാരനെ കാണുമ്പോൾ അവൻ്റെ സർവാംഗം നക്കിക്കൊടുക്കാൻ നടക്കുന്ന ഇമാതിരി ചെറ്റകളെ പുറത്താക്കണമെന്ന് എല്ലാ ഇന്ത്യക്കാരനും എല്ലാ ദേശാഭിമാനികളും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോഴാണ് ഇപ്പോൾ RSSൻ്റെ മുഖപത്രം അതിശക്തമായ നിലപാടെടുത്ത് ഇവരുടെ പാസ്പോർട്ട് റദ്ദാക്കണം എന്നുള്ള ആവശ്യം ഉൾപ്പെടെ മുന്നോട്ട് വെച്ച്. അതിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് വലിയ കൗതുകം തോന്നി. കാരണം ഞാൻ ഇപ്പോൾ അതിനകത്ത് ആവശ്യപ്പെടുന്നത് വിദേശത്ത് പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സംഘടനകൾ, വിദേശ മണ്ണിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സംഘടനകൾ ഇന്ത്യൻ എംബസിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം, ഭാരവാഹികളുടെ വിവരങ്ങൾ ഉൾപ്പെടെ കൊടുത്തിരിക്കണം എന്നൊരു ആവശ്യമുണ്ട്. അപ്പോൾ ഇപ്പോൾ അങ്ങനെ ഇല്ല എന്ന് തോന്നുന്നു അല്ലേ? ആർക്കും പോയി എന്തും ചെയ്യാം, ഇന്ത്യക്കാരനാണെന്നും പറഞ്ഞ് ഏത് പാകിസ്ഥാൻ എംബസിയിലും ചൈനീസ് ഓഡിറ്റോറിയത്തിലും പോയി പരിപാടി നടത്താം. ഇപ്പോൾ ഇവർ കള്ളത്തരം കാണിച്ചു എന്നതിൻ്റെ പ്രകടമായ തെളിവാണ് ഇവരുടെ പത്രക്കുറിപ്പ്. അതിനകത്ത് ഇന്ത്യയും ഒരു അയൽ രാജ്യവും ജിയോ പൊളിറ്റിക്കൽ തർക്കമല്ല, പഹൽഗാമിൽ നമ്മുടെ 26 പേരെ കൊന്നതിൻ്റെ പേരിലുള്ള ഇഷ്യൂ ആണ്. ക്രൂരമായിട്ട് മതം ചോദിച്ചു കൊന്നതിൻ്റെ പേരിലുള്ള പ്രശ്നമാണ്. അതുപോലും പറയാനോ അപലപിക്കാനോ ഒരു തയ്യാറെന്നില്ല. ആർക്കെങ്കിലും വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഖേദിക്കുന്നു. എടാ, ഇന്ത്യയിലെ 148 കോടി, നിന്നെ പോലുള്ള ഏതാനും ചെറ്റകൾ ഒഴികെ ഈ നാട്ടിലെ 148 കോടി ജനങ്ങൾക്കും വേദനിക്കുന്ന കാര്യമാണ് നീയൊക്കെ ചെയ്തത്. സത്യത്തിൽ ഇത്തരം രാജ്യദ്രോഹികളെ പഴയ കാലം വല്ലതും ആണെങ്കിൽ പച്ചയ്ക്ക് കത്തിക്കുമായിരുന്നു അല്ലേ, കല്ലെറിഞ്ഞ് കൊല്ലുമായിരുന്നു. ഇത് ഇപ്പം എന്തും ചെയ്യാന്നുള്ളൊരു ധൈര്യമായിരിക്കും. ഞങ്ങൾ വിദേശത്തല്ലേ, വിദേശത്തായതുകൊണ്ട് ഞങ്ങൾ എലീറ്റ് ക്ലാസ്സാണ്, ഞങ്ങൾ അന്നം തിന്നുന്ന നാട്ടിൽ വേറെ നാട്ടിലാണല്ലോ, ഞങ്ങളുടെ കമ്മിറ്റ്മെൻറ്റ് അവിടെയാണ്. അവർ സമ്മതിക്കത്തില്ലെന്നേ. ഇവൻ്റെയൊക്കെ പാസ്പോർട്ട് റദ്ദാക്കിയാൽ ഈ അന്നം തിന്നുന്ന നാട് ഇവനെ ചവിട്ടിക്കുട്ടി പുറത്താക്കി വണ്ടിയെ കെട്ടി ഇങ്ങോട്ട് വിട്ടുതരും. കുറേ ഹിന്ദു നാമധാരികളായ, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഞാൻ നോക്കിയിട്ട് ക്രിസ്ത്യൻ പേരുകാരൊക്കെ ഉണ്ടില്ല, കുറച്ച് മുസ്ലിം പേരുകളുണ്ട്, കുറേയേറെ ഹിന്ദു പേരുകളുണ്ട്. ഹിന്ദു പേരുകാരായ ആളുകളാണ് രാജ്യത്തെ ഒറ്റ കൊടുക്കാൻ ഇവരുടെയൊക്കെ കൂടെ നിന്ന് ഏറ്റവും വലിയ വിടുപണി ചെയ്യുന്നത് കുറേ കാലമായി തെളിയിച്ചുകൊണ്ടിരിക്കുക. പേരിൽ മാത്രമേ ഇവർ ഹിന്ദു ഉള്ളൂ, മനസ്സിലായില്ലേ? പ്രവൃത്തി മുഴുവൻ രാജ്യവിരുദ്ധമാണ്. ഇത്തരക്കാരെയൊക്കെ തുറന്നു കാട്ടുക തന്നെ വേണം. ഏതായാലും RSSൻ്റെ മുഖപത്രമായ ഓർഗനൈസർ ഇത്തരം ഒരു നിലപാടെടുത്ത് വന്നത് വലിയ പ്രതീക്ഷയ്ക്ക് വകവ നൽകുന്നുണ്ട്. ഇവരെ ഒരു നിമിഷം വൈകാതെ പാസ്പോർട്ട് റദ്ദാക്കി ഇന്ത്യയിലേക്ക് കടത്തിവിടുകയാണ് വേണ്ടത്. ഇപ്പോൾ ചിലർ പറയുന്നുണ്ട് അതിന് നിയമപരമായ തടസ്സങ്ങളുണ്ട്. എന്ത് നിയമം? ആദ്യം പാസ്പോർട്ട് അങ്ങ് റദ്ദാക്കി കഴിഞ്ഞാൽ പിന്നെ വന്നിട്ട് ഇവിടെ വന്നിട്ട് സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ പോകാനല്ലേ പറ്റുള്ളൂ. അന്നേരം കാണാൻ നോക്കണം. സർക്കാർ എടുക്കേണ്ട കാര്യമാണ്. ഞാൻ പറയുന്നത് മോദി സർക്കാർ ഫാസിസ്റ്റ് സർക്കാരാണെന്നൊക്കെ ഇവിടെ നാഴിക്ക് 40 വട്ടം മൈക്ക് വെച്ച് മോദിക്കെതിരെ കോൺഗ്രസ്സുകാരും രാഹുൽ ഗാന്ധിയൊക്കെ പറയുന്നുണ്ട്. മോദി ഈ 11 വർഷത്തിനിടയ്ക്ക് ഒറ്റ തവണ പോലും ഫാസിസ്റ്റാണെന്ന് തെളിയിച്ചിട്ടില്ല. ഫാസിസ്റ്റാണെന്ന് തെളിയിക്കണം. നിയമം എതിരാണെങ്കിലും ഇവൻ്റെയൊക്കെ പാസ്പോർട്ട് അങ്ങ് റദ്ദാക്കാൻ വിദേശകാര്യ വകുപ്പ് തീരുമാനിച്ചാൽ ആ നിമിഷം റദ്ദാവും. പിന്നെ ഇവിടെ വന്നിട്ട് കോടതിയിൽ പോയി കണ്ടസ്റ്റ് ചെയ്യണ്ടേ? അതെ, കണ്ടസ്റ്റ് ചെയ്തിട്ട് ആ റദ്ദാക്കിയ നടപടി ശരിയാണെന്ന് വിധി മേടിക്കട്ടെ. അത്രയും നാൾ അനുഭവിക്കും. അല്ല, പിന്നെ അങ്ങോട്ട് കയറ്റുമല്ല അവർ. പിന്നെ അതേസമയം റദ്ദാക്കുന്ന സമയത്ത് UAE അല്ലെങ്കിൽ ആ വിദേശ രാജ്യത്തിൻ്റെ രേഖകളിൽ ഇവൻ്റെ സ്വന്തം രാജ്യം പാസ്പോർട്ട് റദ്ദാക്കിയവനാണെന്നുള്ള ഡോക്യുമെൻറ്റേഷൻ വന്നു കഴിയും. പിന്നെ ജന്മത്തിന് പോകാൻ പറ്റത്തില്ല. ഇവൻ കേസ് ജയിച്ചാലും പോകാൻ പറ്റില്ല. നിയമവിരുദ്ധമാണെങ്കിൽ, നിയമം അനുവദിക്കുന്നില്ലെങ്കിൽ പോലും ചെയ്യണം. എന്നിട്ട് എത്രയോ സർക്കാർ ഉത്തരവുകൾ, പിണറായി വിജയൻ നിയമം അനുവദിക്കാത്ത എത്രയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കോടതി റദ്ദാക്കിയിട്ടുണ്ട്. ശരി, റദ്ദാക്കി. അത്രയേ ഉള്ളൂ. മോദി സർക്കാർ വിദേശകാര്യ വകുപ്പ് ഇവന്മാരുടെയൊക്കെ ക്യൂബയിലുള്ള സകലവൻ്റെയും പാസ്പോർട്ട് റദ്ദാക്കണം. എന്നിട്ട് അത് തെറ്റാണ്, നിയമപരം, അല്ലെങ്കിൽ ഇവർ പോയി കോടതി പോയി ജയിക്കട്ടെ, കണ്ടസ്റ്റ് ചെയ്യട്ടെ, നിയമയുദ്ധം നടത്തി ജയിക്കട്ടെ. എന്നാലും പിന്നെ ഇവനൊന്നും പോകാൻ പറ്റത്തില്ല. ഇതാണ് വേണ്ടത്. ഇപ്പോൾ എനിക്ക് ആദ്യമൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നത്, ഇതിപ്പോൾ മോദി ഫാസിസ്റ്റ് എന്ന് പേരും ഒരു ഫാന്ന് പോലും പറയാത്തൊരു സർക്കാരാണ്. ഒരൊറ്റ സംസ്ഥാന സർക്കാരിനെ 11 വർഷത്തിനിടയ്ക്ക് പിരിച്ചു വിട്ടില്ല. മമത എന്നുള്ള മറുത ഇപ്പോഴും അവിടെ ഇരിക്കുക. എന്നിട്ട് മോദിക്ക് ഫാസിസ്റ്റ്, എന്നിട്ട് മമത മോദിയെ ഫാസിസ്റ്റ് എന്ന് വിളിക്കും. അങ്ങനെയുണ്ട്, മമത മോദിയെ ഫാസിസ്റ്റ് എന്ന് വിളിക്കും. അങ്ങനെ ചെയ്യാത്ത മോദിയെ നാഴികയ്ക്ക് 40 വട്ടം തെറി പറയുന്ന ഇവരുടെ മുന്നിൽ ഒരൊറ്റ തവണ മോദി ഫാസിസ്റ്റ് ആവണമെന്ന് ആഗ്രഹിക്കുന്ന കോടിക്കണക്കിന് ഇന്ത്യക്കാരിൽ ഒരാളാണ് ഞാൻ. അതുകൊണ്ട്
RSSൻ്റെ മുഖപത്രം ഓർഗനൈസർ ഈ നിലപാടെടുത്തപ്പോൾ എനിക്ക് വലിയ സന്തോഷം. എന്തെങ്കിലും RSS എങ്കിലും പറഞ്ഞല്ലോ, ഇവനെ ഒന്നും വെച്ച് വാഴിക്കരുത്, ഇന്ത്യൻ പാസ്പോർട്ടുമായിട്ട് അവിടെ സുഖിച്ചിരുന്ന് രാജ്യത്തിനെതിരെ നിലപാടെടുക്കുന്നവന്മാരെ ശിക്ഷിക്കണം, ശിക്ഷിച്ചേ മതിയാവും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.